ഹായ് എല്ലാവർക്കും ഞാൻ ക്യാമറക്ക് മുന്നിൽ ആരും വെച്ചിട്ടുണ്ട് ഐ ഡോണ്ട് ലൈക്ക് Are you gay? I'm not gay, but sometimes only friends. Okay, friends. Okay. That means camera. I'm not a gay. ചെയർ എടുക്ക് ഈ ലൈവിന്റെ സെന്റർ ഓഫ് അട്രാക്ഷൻ ആരാ ഇന്ന്? ഏത് ഓറൗണ്ട് ലേഖായാ? ഇല്ല ലേഖായി പോയാ? ഓക്കെ അല്ലേ? ഓക്കെ 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 അപ്പോ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോടൊരു ഹായ്. ഹായ് എല്ലാവർക്കും ഹായ്. അത് ഫോൺ എടുത്തു. ഇതാണ് വീഡിയോസ് എല്ലാം എടുക്കുന്ന ആളാ ഇത്. നമ്മളെ ഒരുപാട് വീഡിയോസിലൂടെ നല്ല നെഗറ്റീവ്സും പോസിറ്റീവ്സും ആയിട്ട് കമന്റ്സ് വരുത്തുന്ന ഒരാളാണ്. അല്ല, നെഗറ്റീവ്സിന് വന്ന് പതുക്കെ പതുക്കെ പോസിറ്റീവ് വരുന്നുണ്ട് അല്ലേ? ഇപ്പൊ ഒരു പോസിറ്റീവ് ഇതാണല്ലോ മൊത്തത്തില്. നെഗറ്റീവ് എല്ലാം കുറഞ്ഞല്ലേ ഇപ്പൊ കഴിഞ്ഞിടക്ക് ജയസൂര്യ ചേട്ടനെ കണ്ടപ്പോ ഭയങ്കര പോസിറ്റീവ് ആയി. എവിടുന്നുണ്ടോ? നമ്മുടെ 5 മന ക്ഷേത്രത്തിൽ വെച്ച്. നിങ്ങള് തിരിച്ചറിഞ്ഞ കെട്ടിപ്പിടിച്ചല്ല പുള്ളി. ഇപ്പൊ കേരളത്തിലുള്ള എല്ലാവർക്കും നിങ്ങൾ അറിയാലേ? അറിയാം. ഗ്ലോബലോ? കൊറേ മീംസ് ഒക്കെ ഉണ്ടല്ലോ. ഷോർട്ട് ഫിലിം ഗ്ലോബലിൽ പോയിട്ടുണ്ടല്ലേ? അതേതാണ്? മറ്റേ നിങ്ങളെ ഏറ്റവും ഫേമസ് ആയ ഷോർട്ട് ഫിലിം ഏതായിരുന്നു? നിങ്ങളെ ഡാഡി അഭിനയിച്ച പടം ഒരുപാട് ചെയ്തത്. മറ്റേ നമ്മുടെ അമരന്റെ ഒക്കെ പ്രണയത്തിലാണ് ഡേവിഡ് ദുബായിലാണോ? നല്ല നാട്ടിലുണ്ട്. ഞാനിന്ന് ലിങ്ക് വിളിക്കാത്തന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉഷാറാണ്, കുഴപ്പമില്ല. പിന്നെ വേറെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും മൂപ്പരോട് ചോദിക്കരുത് കേട്ടോ. അപ്പോ നമുക്ക് ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ സെഷനിലേക്ക് കിടക്കാം. ഇന്റർവ്യൂ അല്ല, കുറച്ച് ആൾക്കാർക്ക് ചോദിക്കാനുള്ള കാര്യങ്ങളെല്ലാം. ഗൈസ് എന്തൊക്കെ ഡൗട്ടെല്ലാം എന്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. എന്തൊക്കെ ഉള്ളത് പറഞ്ഞോ. എന്തിനാടാ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? അലിൻജോ സാറിന്റെ ഏറ്റവും വലിയ ഇതെന്താ, ഡ്രീം എന്താണ്, സ്വപ്നം? ഡ്രീം എന്ന് പറഞ്ഞാ ചിലർക്ക് ഇഷ്ടപ്പെടില്ല ചിലപ്പോ. എന്നാലും എന്നെ മനസ്സിലാക്കുന്ന ഒരു പെൺകുട്ടി എന്റെ ലൈഫിലേക്ക് വരിക എന്നുള്ളതാണ്, ഭാര്യയായിട്ട്. ഡ്രീമാണ്. മനസ്സിലാക്കാത്ത ആൾക്കാർ കുറവാണ്. അപ്പൊ ഗേൾഫ്രണ്ട് ഇല്ല ഇപ്പൊ? ഒരുപാട് നമുക്കിപ്പോ ഒരുപാട് പേരോട് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ സാമ്പത്തികം കൊണ്ടും കൊടുത്തു കഴിഞ്ഞാല് കളയിക്കാൻ പറ്റും. ശരീരം അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാലും ചില സമയത്ത് പാവപ്പെട്ടവരെ കിട്ടാൻ പറ്റും. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു നമ്മൾ മനസ്സിലാക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുന്ന ഒരു മലയാളി പെൺകുട്ടിയെ തന്നെ കിട്ടാൻ പ്ലാൻ. ഒരു സങ്കല്പം എന്താ, മലയാള തനിമ എന്ന് പറഞ്ഞ പെൺകുട്ടിയാണോ, അല്ലെ മോഡേൺ ആണോ, അല്ലെങ്കിൽ നാടൻ ടൈപ്പ്, ഈ സാരി എല്ലാം എടുത്തുള്ള ആ ഒരു ടൈപ്പ്? സാരി കൊടുക്കാൻ, ചുരിദാർ കൊടുക്കാം. നാടൻ പെണ്ണായിരിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ. അപ്പൊ അതാണ് മൂപ്പര ഏറ്റവും വലിയ ഡ്രീം. അപ്പൊ ഇത് കാണും. ഏതാ കൂടുതൽ, ഇത് അറേഞ്ച് മാരേജ് ആണോ അല്ലെങ്കിൽ അറേഞ്ച് ആയിരിക്കും നല്ലത്? അറേഞ്ച്, അതെന്താ അങ്ങനെ പറയാൻ കാരണം? രജിസ്റ്റർ മാരേജിനെക്കാളും കൂടുതൽ അറേഞ്ച് മാരേജ് നല്ലത്. അതെന്താ എന്ന് പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞിട്ട് കിട്ടുന്നില്ല നല്ലത്.
പ്രേമിക്കുമ്പോൾ കൂടുതൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് എന്താണ് അതിനെ കുറിച്ച് അഭിപ്രായം? ഇത് എന്നെ കുറിച്ച് മാത്രമല്ലേ നിങ്ങളൊരു എനിക്ക് പ്രേമിച്ച് കിട്ടാൻ ആഗ്രഹം, പക്ഷെ പ്രേമിക്കാൻ കിട്ടുന്നില്ല. പ്രേമിക്കാൻ കിട്ടുന്നില്ല, അതാ ലൈവില് ഫെയിം ആയിട്ടും അല്ല. അങ്ങനല്ലല്ലോ അത് നമ്മള് അങ്ങനെയാകുമ്പോ ഇപ്പൊ ലോക ഫേമസ് അല്ലേ നിങ്ങൾ, ഇന്റർനാഷണൽ ലെവലല്ലേ. നമ്മള് പലതും വേണ്ടെന്ന് വെച്ചിട്ടാ പല ആൾക്കാരും മറ്റേ ലൈൻ അടിക്കാനൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതിൽ വന്നിട്ടുണ്ട്, ചീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പ്രേമിക്കുക, തേപ്പ് കിട്ടുക, ഇങ്ങോട്ട് വന്ന് പ്രപ്പോസ് തേപ്പ് കിട്ടിയിട്ടുണ്ടോ? ഒരുപാട് എണ്ണമില്ല. പറഞ്ഞാൽ പെണ്ണുങ്ങളുടെ കാര്യങ്ങളല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ട്രാക്കിൽ അധികം പോയില്ല. പിന്നെ നമ്മൾ ഷോർട്ട് ഫിലിമിലൂടെ പുതിയ ആൾക്കാരെ കൊണ്ടുവന്ന് നമുക്ക് പൈസയൊക്കെ ഉള്ളതുകൊണ്ട് അത് ആഗ്രഹിച്ചു വരൂലേ, അപ്പൊ അത് ഇങ്ങനെ കിട്ടൂലെന്ന് തോന്നുമ്പോ അവര് തേക്കും. അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളല്ല. കൊട്ടനെ അറിയാന്ന് ചോദിക്കുന്ന കൊട്ടനെ അറിയോ? കൊട്ട അറിയില്ലടാ, കൊട്ടനെ അറിയില്ല. അല്ല, ഈഗിൾ ഗെയിമിങ്ങിനെ അറിയോ? കേട്ടിട്ടുണ്ട്. അല്ല, അതെല്ലാം അറിയാലോ. അങ്ങനത്തെ ദിയോ സിറ്റി ഓവർ അടുത്ത ഷോർട്ട് ഫിലിം ആണോ? വെറുതെ നിങ്ങൾ അങ്ങനെ ഒന്നും മൂപ്പര ഇതാക്കല്ലോ. എന്റെ 2-3 ക്വസ്റ്റ്യൻ റൊമാൻസ് അടുക്കുക. ഒരു മിനിറ്റ്, ഈ 2-3 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് പോവാം, അതായിരിക്കും നല്ലത്. എന്താണ് അലിൻ ജോസിനെ മോട്ടിവേറ്റ് ചെയ്യുന്നത്? അതായത് നമ്മളെ ജനങ്ങൾ ഓരോ കമന്റ്സിലൂടെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ തെറി വിളിക്കുന്ന ആൾക്കാർ ഇപ്പൊ പോസിറ്റീവ് ഇടുന്നുണ്ട്. എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നുണ്ട് പോസിറ്റീവ്സ്. ഓരോ പുതിയ ആഡ്സ് ചെയ്യുമ്പോഴാണെങ്കിലും ജേഡനെ കണ്ടപ്പോഴാണെങ്കിലും നീലക്കൂര് വഴി ഒരുപാട് കമന്റ്സ്. മുമ്പ് പല നെഗറ്റീവ് ഉണ്ടായില്ല, അതിലെങ്ങനെ തരണം ചെയ്തു? അത് നമ്മള് നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. കള്ളം, സാധാ വെള്ളം, മിനറൽ വാട്ടർ ഇല്ലേ, അത് കുടിക്കുക. പിന്നെ ദിലീപേട്ടന്റെ പാട്ട് കാണുക. അങ്ങനെ അങ്ങനെ ഞാൻ ആ ഒരു മൈൻഡ് സെറ്റർ മാറുന്നു. മനസ്സിലായ? മൈൻഡ് സെറ്റർ മാറണം. ദിലീപേട്ടന്റെ സിനിമകളുണ്ടല്ലോ, അതിലെ പാട്ട് ഞാൻ കേൾക്കും രാത്രിയാകുമ്പോ. അത് കേട്ട് അതൊക്കെ വിടും. അപ്പൊ ഇതെല്ലാം മാറും. ദിലീപേട്ടന്റെ ഫാനാണ്. ആ, ദിലീപേട്ടന് മെയിൻ ആളാണ്. പേഴ്സണലി കമ്പനി ഉണ്ടോ? കണ്ടിട്ടുണ്ടല്ലേ? ദിലീപേട്ടന്റെ സിനിമകളിലൊക്കെ നമുക്ക് ജീവിതത്തില് അലിൻ ജോസ് പഠിച്ച പാഠങ്ങളും എന്തെങ്കിലും അങ്ങനത്തെ ഒരു കാര്യം ഇതുവരെ ഇത്രയും കാലത്തിന്റെ ഇടയ്ക്ക് പഠിച്ച ഒരു കാര്യം, ഒരു വലിയൊരു കാര്യം. ഒരു എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ഇത്ര വർഷം, ഇപ്പൊ എത്ര വയസ്സായി? 25 വർഷത്തിന്റെ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ ഒരു സംഭവം പഠിച്ചു. പൈസ എന്താ ഇതാണ് ഏറ്റവും വലുത്, എനിക്ക് ഏറ്റവും വലുതായ സംഭവം ഇതാണ്. അങ്ങനെ എന്തൊക്കെ ഒരു കാര്യം ഉണ്ടാവില്ലേ? പൈസ, ചിലയാൾക്ക് പൈസ ആയിരിക്കാം, ചിലയാൾക്ക് പെണ്ണായിരിക്കാം, അങ്ങനെ എന്തോ ആവാം. അല്ലെ പഠിച്ച ഒരു പാഠം ജീവിതത്തിൽ ആൾക്കാരെ വിശ്വസിക്കരുതെന്നോ അങ്ങനെ എന്തെങ്കിലും. ഇപ്പോൾ മറ്റു ആൾക്കാരുടെ മനസ്സിലാക്കാൻ പറ്റാത്തതാണ് നമുക്ക് ചിലത് പഠിക്കാനുള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മളെ ഇപ്പോൾ മാറ്റി നിർത്തുന്ന ചില ബന്ധുക്കളുണ്ട്. പക്ഷെ അവരുടെ മുന്നിൽ ചില നാട്ടുകാർ നമ്മളെ കാണുമ്പോൾ ബഹുമാനിക്കുന്ന ഒരു രീതിയുണ്ട്, വ്യത്യസ്തമാണ്. അടുത്ത് പറയേണ്ടത്, കാരണം എൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ നടത്തിയപ്പോൾ എൻ്റെ വീട്ടിൽ ഇപ്പം എൻ്റെ പ്രായമുള്ള കുറച്ച് പെൺകുട്ടികൾ വീട്ടിൽ വന്നു. ഞാൻ വീട്ടുകാരെയും വിളിച്ചത്, ഈ പുള്ളിയുടെ പ്രായമുള്ള ചേട്ടന്മാരുടെ വീട്ടിൽ പോയാൽ വിളിച്ചത്, അയൽവക്കാരുടെ വീട്ടിൽ പോയി. അപ്പോൾ അവരും സ്വന്തം പെൺമക്കളെ വിടാനായിട്ട് ധൈര്യം കാണിച്ചു. ധൈര്യം കാണിക്കുന്ന വല്ല കുഴപ്പമൊന്നുമില്ല, ആൾക്കാരുണ്ട്. പക്ഷെ നമ്മളെ മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ടല്ലോ, പലരും പല കമന്റ്സ് പറഞ്ഞിട്ട് നമ്മുടെ ഒരു പരിപാടിക്ക് അത്രയും പേര് വന്നല്ലോ. അത്യാവശ്യം എന്താ പറയുക, ലുക്കാണെങ്കിലും ഇപ്പൊ ലുക്കുള്ള ആൾക്കാർ നമ്മുടെ കാണുമ്പോൾ ചില ആൾക്കാർ മാറിക്കളയുന്ന പരിപാടിയുണ്ട്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ചില ആൾക്കാർ നമ്മളെ എങ്ങനെയാണ് പണ്ട് കാണുന്നത്, മനസ്സിലായ? ഞാൻ ക്രിക്കറ്റ് കളിക്കുമ്പോഴാണെങ്കിലും ഫുട്ബോൾ കളിക്കുമ്പോഴാണെങ്കിലും ഒപ്പം നമുക്ക് പണ്ട് കണ്ടവര് നമ്മുടെ ബർത്ത്ഡേക്ക് വിളിച്ചപ്പോ വന്നു. അതൊക്കെ ഒരു പ്ലസ് പോയിന്റ്. മാസത്തില് അലിൻ ജോസ് 1.5 ലക്ഷം രൂപ. 1.5 ലക്ഷം അലിൻ ജോസ് മാസത്തിൽ ഉണ്ടാക്കുന്ന പൈസ 1.5 ലക്ഷം രൂപ കയ്യിലിരിക്കുന്നില്ല മാത്രമേ ഉള്ളൂ, ചിലവായി പോകും. ഒരുപാട് കാര്യം, ഡ്രസ്സാണെങ്കിലും വീട്ടിലേക്കാണെങ്കിലും അനിയത്തിക്കൊക്കെ അയച്ചു കൊടുക്കാറുണ്ട്. അല്ല, ഇപ്പൊ ഞാൻ മെയിൻ ആയിട്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ ഓൾറെഡി അശ്വിൻകോക്കിന്റെ ഒരു സീൻ അറിയില്ലേ? അശ്വിൻകോക്ക് തെറിയല് വിളിച്ചിട്ട് മാധവിന്റെ എതിരൊക്കെ ഇട്ട്. അപ്പൊ അതിനോട് എങ്ങനെയാണ് അശ്വിൻകോക്ക് പൈസ മേടിച്ച് റിവ്യൂ ചെയ്യുന്നുണ്ട് തോന്നുന്നുണ്ടോ? ശരിക്കും സിനിമയെ റിവ്യൂ പറഞ്ഞ് നശിപ്പിക്കുന്നത് തെറ്റാണ്. അല്ല, അവർക്ക് പറയാൻ അധികാരമുണ്ട്. പക്ഷെ ഒരു റിവ്യൂ പറഞ്ഞിട്ട് സിനിമ ഇപ്പൊ താങ്കൾ ഒരു പടം ഡയറക്ട് ചെയ്തു, പ്രൊഡ്യൂസ് ചെയ്തു, പൈസ ഇറക്കി, അതൊരാൾ വന്നിട്ട് ഒരു 2 വർത്തമാനം പറഞ്ഞ്
പടം മോശമായത് കൊണ്ടാണല്ലോ മോശമെന്ന് പറയുന്നത്, നല്ലതാണെന്ന് പറയല്ലോ. ഈ ഗ്ലാസ് മോശമാണെങ്കിൽ താങ്കൾ വാങ്ങൂലല്ലോ, വാങ്ങിക്കഴിഞ്ഞാൽ പൈസ മുതലാവില്ലല്ലോ. മോശമാണെന്നാണ് പറഞ്ഞത്. അല്ല അത് എക്സാമ്പിൾ പറഞ്ഞായിരിക്കും. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. പക്ഷേ ഓരോരുത്തരുടെ ഫസ്റ്റ് തുടക്കമൊക്കെ ഇപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ ഒരാളെയും കുറ്റപ്പെടുത്തുന്നതല്ല. ഇപ്പോൾ ദുൽഖർ സൽമാൻ്റെ തന്നെ എന്തോരം പടങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട്, മനസ്സിലായോ? നമുക്ക് എൻ്റെ മകനാണ്, പക്ഷെ എന്നും പറഞ്ഞിട്ട് ഇത്രയും ഡിഗ്രേഡ് ഒന്നും ആ സമയത്ത് വന്നിട്ടില്ല. അതെ. ചാർലി ഹിറ്റാണ് എന്നും പറഞ്ഞിട്ട് വേറെ മുടി വളർത്തിട്ട് പടം വന്നല്ല, മുടി വളർത്തിയിട്ടിട്ട് ലോകയല്ല ഒരു പടം പരാജയപ്പെട്ട് പോയിട്ടുള്ള ഒരു പടം സോളോ. അപ്പൊ ആ സമയത്ത് പോലും ഇത്ര ഹെയ്റ്റ് ക്യാമ്പയിൻ തന്നിട്ടില്ല. പിന്നെ പുള്ളി മറ്റേ പടം ചെയ്തതാ ബാബുരാജിന്റെ കൂടെയുള്ള സെക്കൻഡ് ഷോ പടം ഹിറ്റായിരുന്നോ? ഹിറ്റാണോ അല്ലേ? സെക്കൻഡ് ഷോ ഹിറ്റാണോ അല്ലേ? എനിക്കറിയില്ല, ഞാൻ കുറെ കാലത്തിന് ശേഷം അല്ല. പക്ഷെ ചില പടങ്ങള് ഇപ്പൊ സെക്കൻഡ് ഷോ ഞാൻ പറഞ്ഞ ഹിറ്റല്ലെന്നല്ല, അതേപോലെ ടൈപ്പിലൊരു പടമാണ് അംഗം അല്ലേ, അട്ടഹാസം. ആ രീതിയിലുള്ളൊരു പടമാണ്. ഒരു നിങ്ങളെ പടാതെ അല്ല, മറ്റേ മാധവ് സുരേഷിന്റെ. അപ്പൊ അങ്ങനത്തെ ഒരു ത്രില്ലർ, ക്രൈം ത്രില്ലർ അങ്ങനത്തെ രീതിയിലുള്ളൊരു സിനിമയായിരിക്കും, അങ്ങനല്ല. പക്ഷെ എല്ലാ പടങ്ങളെയും നല്ല അല്ലെങ്കിൽ നല്ലതല്ലെന്ന് പറയാം, പക്ഷെ കാണുന്നതൊക്കെ പറയും. അങ്ങനെ റിവ്യൂ കണ്ടിട്ട് ആൾക്കാർ കയറാണ്ടിരിക്കുന്നത്. ബാങ്ക് ബാലൻസ് ബാങ്ക് ബാലൻസ് കാണിക്കാൻ പറ്റില്ല. ഇല്ല ബാങ്ക് ബാലൻസ് കാണിക്കാൻ പറ്റില്ല. മാനേജേഴ്സ് അല്ല, നമ്മുടെ വർക്കായിട്ട് ബന്ധപ്പെട്ട് 3-4 പേരുണ്ട്. നിങ്ങളിലേക്ക് ഒരു വർക്കിലേക്ക് എത്തണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ ഒരാൾക്ക് ഒരു പരിപാടിക്ക് നിങ്ങളെ വിളിക്കണം, അപ്പൊ എന്ത് ചെയ്യണ്ട്? വർക്ക് വിളിക്കണമെങ്കിൽ നമ്മൾ ഇപ്പോൾ നീലക്കുറുക്കൻ്റെ ആണെങ്കിലും മറ്റേ എന്താ പറയുക മൂവി ബസ്സിൻ്റെ ഒക്കെ പേജൊക്കെ മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ. അയ്യോ വേണ്ട നമ്മൾ അത്രയും റീല് കണ്ട് ഞാൻ പെമ്പിള്ളർ മാത്രമേ അല്ല ഒരു സ്നേഹം കൊണ്ട് ഇതാക്കിയതാണ്. കണ്ടിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. അല്ല മൂപ്പർക്ക് അങ്ങനത്തെ കിസ്സിങ് സീൻസ് ഇഷ്ടമല്ല. വേണ്ട കുളിച്ചെന്തല്ല, എനിക്കത് വേണ്ടാത്ത. അല്ല അത് നിന്റെ കിസ് വേണ്ടെന്നാ പറയുന്നത്. അല്ല മൂപ്പർക്ക് കിസ് ഇഷ്ടമല്ല, അതുകൊണ്ടാ മൂപ്പർ വേണ്ട അല്ല അത് വിട്. കള്ളു കുടിക്കാറുണ്ടോ? ഇല്ല. കേരളത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട നാട് ഏതാ? കേരളത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട നാട്? നാട് തൃശ്ശൂർ. എന്തുകൊണ്ടാ? നാടിനെ ഇഷ്ടപ്പെടുന്നു, അത്രേ ഉള്ളൂ അതിനെ പറ്റി. നമുക്ക് എന്തെങ്കിലും ഒരു പാട്ടിലേക്ക് പോയാലോ? എനിക്കും കുറച്ച് ക്വസ്റ്റ്യൻ. എന്താ ഒന്ന് ചോദിക്ക്. ഞാൻ പ്രിപ്പയർ ആയിട്ട് വന്നേ. ഒന്ന് ചോദിക്ക്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പാട്ടുണ്ട് മൂപ്പരെ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുമോ? പുള്ളിനോടുള്ള ഇഷ്ടം കാരണം പേഴ്സണൽ ആയിട്ടുള്ള ചോദിക്കും. മൂപ്പർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മൂപ്പർ ഉത്തരം പറയൂ. എന്താ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഉദ്ദേശിക്കുന്നത്? ഫ്യൂച്ചറില് കാണുന്നില്ല കേട്ടോ, കുറച്ച് ഇങ്ങോട്ട് AJPന്റെ ഫ്യൂച്ചറില് കല്യാണം കഴിക്കുമല്ലോ, ഭാര്യ ഉണ്ടോ? ഭാര്യ ഉണ്ടോ? ഭാര്യ കല്യാണം കഴിക്കാണ്ട് ഇങ്ങനെ ഭാര്യ ഉണ്ടാവണം? കഴിച്ചില്ല. ഇല്ല കഴിഞ്ഞിട്ടില്ല. ഇത് ഇന്റലക്ച്വൽ ക്വസ്റ്റ്യൻ ആണ്. ഭാര്യ നിങ്ങളുടെ അവിഹിതം പൊക്കിയാല് നിങ്ങളുടെ റിയാക്ഷൻ എന്തായിരിക്കും? കല്യാണം കഴിച്ചിട്ടില്ലല്ലോ, കഴിക്കാണ്ട് പറയാൻ പറ്റില്ല. ഇത് ഇമാജിനറി ക്വസ്റ്റ്യൻ ആണ്. ഞാൻ അങ്ങനെ ഉള്ള ആളല്ല, അതൊന്നും പോരെ. അടുത്ത ചോദ്യം. താങ്കൾ കൂടുതലായിട്ടും ട്രാവൽ ചെയ്യുന്ന ഒരു ട്രാൻസ്പോർട്ട് ട്രെയിൻ ആണോ അതോ KSRTC ആണോ ബസ്സാണോ? ട്രാവൽ ചെയ്യുന്ന കാറില്ല പോരെ. പിന്നെ അങ്ങനെയാണെങ്കിൽ ഊബർ അങ്ങനത്തെ കാര്യങ്ങൾ? ഞാൻ യൂബറില്ല. അങ്ങനെ എന്തെങ്കിലും ഊബറിലോ KSRTC എന്തെങ്കിലും ദുരനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അങ്ങോട്ടേക്കുള്ള ഒരു ദുരനുഭവം ഇങ്ങോട്ടേക്കുള്ള ദുരനുഭവം ഉണ്ടായിട്ടില്ല? ഇല്ല. ഓക്കെ. ഇങ്ങോട്ടേക്ക് എന്തിനാ? വേറെ കാര്യം കൂടെ ചോദിച്ചു. ബോഡി കൗണ്ട് പറയുന്നത്
ഇല്ല ബോഡി കൊണ്ടെന്താ? അത് ഓൾറെഡി റിവീൽ അല്ലേ? ബോഡി കൊണ്ട് റിവീൽ ആണോ? ഇല്ല ഏകദേശം പറയാൻ പറ്റും. ഇല്ല അതൊന്നും എനിക്കറിയാൻ പാടില്ല. എന്താ എനിക്കറിയില്ല. അടുത്ത ചോദ്യം ചെയ്യേ. ലാസ്റ്റ് ഉമ്മ വെച്ചതാരെ? ഞാൻ ഉമ്മ വയ്ക്കാറില്ല. ഓക്കെ, നമുക്ക് അടുത്ത ഒരു പാട്ടിലേക്ക് പോവാം. അസ്മാക്ക് മോചിട്ടുണ്ട്. അപ്പൊ അടുത്ത ഏതാ? അല്ല, നിന്റെ ചോദ്യങ്ങൾക്കൊന്നും മീറ്റർ കൂടിയതായിരിക്കും അടുത്ത്. അല്ല, ഇതെന്ന് വെച്ചാല് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഗേൾസ് ഫാൻസ് ഉണ്ട് ഒരുപാട്. കേരളമെമ്പാടും ഉണ്ട്. ഈ കേരളത്തിലെ ഗേൾസ് ഫാൻസിനോട് AJPക്ക് പറയാനുള്ളത് ഒറ്റ വാക്കല്ല, കുറച്ച് ഇന്റലക്ച്വൽ ആയിട്ട് പറ. അനാവശ്യമായിട്ട് ഫോട്ടോ ഇടുന്നത് തെറ്റാണ്. ഫോട്ടോ ഇടുന്നതോ? എന്റെ ഫോട്ടോ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്ത് ഇടുന്ന പരിപാടിയുണ്ട്. മറ്റേ പാട്ട് റീൽ പാട്ടല്ല, വെറുതെ ഇടുന്നത്. ഇഷ്ടവും കാരണം അത് അതായത് हाँ, ഇപ്പൊ നാളെ ഒരു സമയത്ത് ഒരു നൂഡ് ഫോട്ടോ വന്നാൽ എന്ത് ചെയ്യും? തെറ്റല്ലേ? ഇപ്പൊ AI ഉപയോഗിച്ച് പലതും ചെയ്യാം. അത് മാത്രമേ എനിക്ക് വരാത്തേ ഉള്ളൂ. അല്ല, അങ്ങനെ ന്യൂഡ് ഫോട്ടോ വന്നിട്ടുണ്ടോ? ഇല്ല, എന്നാലും ഞാൻ പറഞ്ഞു, ഇപ്പൊ ഒരുപാട് ഇപ്പൊ എനിക്ക് അറിയാത്ത പെൺകുട്ടികളെ ഫോട്ടോ മാത്രമല്ല വീഡിയോ വരെ എഡിറ്റ് ചെയ്ത് കണ്ടില്ലേ? ഒരു ലീന എന്നൊക്കെ പറഞ്ഞൊരു പെണ്ണ്. അത് ഒറിജിനൽ അല്ലേ? എഡിറ്റിംഗ് അല്ലല്ല, ഒറിജിനൽ അല്ലേ? ഏത് ഉമ്മ വെച്ചത് കെട്ടിപ്പിടിച്ചതൊക്കെ അല്ലാതെ ഇതുവരെ ഒരു ഉമ്മ വെച്ചിട്ടില്ല. അപ്പൊ ജോസഫ് അതൊക്കെ എന്റെ പേഴ്സണലല്ലേ. ഞാൻ ക്യാമറക്ക് മുന്നിൽ ആരും വെച്ചിട്ടില്ല. ക്യാമറക്ക് മുന്നിലോ? ക്യാമറക്ക് പിന്നിൽ വെച്ചിട്ടുണ്ട്. അത് ഞാൻ പറയണില്ല. അത് അവരെ ഒരു പേഴ്സണാലിറ്റി അല്ലേ? കുട്ടിക്കാലത്തൊക്കെ നമ്മള് അതിൽ കാണുന്നില്ല, കുറച്ച് ഇങ്ങോട്ടേക്ക്. ചിലപ്പോ അച്ഛനും അമ്മേനും ഉമ്മ വെച്ചിട്ടുണ്ടാവും. അല്ലാണ്ട് ഇത് പറയാം. What is your name? My name is Salim Joseph Parada. What do you do for living? What do you do for living? അത് മനസ്സിലായി. അത് ലീവ് ചെയ്യുന്നു. ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യണം. What do you do for living? ജീവിക്കാൻ എന്താ ചെയ്യല്? Social media content creating. ആക്ടിങ്. Are you afraid of peoples? Sometimes. Okay. Are you virgin? I don't say the answer. Perfect answer. ഓക്കെ, നിങ്ങളെ കാണുന്നില്ല കേട്ടോ കുറച്ച്. Little bit coming here again. Okay. So basically you are an astronaut? Basically you are an astronaut? Or alpha male? I don't know. I don't know. Okay. I have English. What? Do you prefer a modern girl or Natupuram girl? Traditional girl. I don't like girls. Oh, like Sigma, kind of. Like He is that. Sigma. നേരത്തെ പണ്ട് കണ്ടപ്പോ ഞാൻ എന്താ പിന്നെ Just friends. Just friends with benefits. So how do you see him? Okay. I love only cinema. I love you. Okay. ക്യാമറ കാണുന്നില്ല, ക്യാമറ കുറച്ച് ക്യാമറ ഇരുന്നോട്ടെ, ക്യാമറ കാണുന്നില്ല മൂപ്പറ. അതെ. Are you cinephile? Okay. Are you cinephile? സിനിമ മോഹിയാണോ അതിന്റെ ഇത്? Yeah. Okay. I am cinema. If you- explain yourself. My hobby is watching movies and serials. See, See girls are. Serials. Serious. I like serials, Okay. but I don't like girls. Okay. What is your favorite genre in Are you movies? gay? I am not gay, but sometimes only friends. Okay, ഫ്രണ്ട്സുമായിട്ട് ഓക്കെ ഫ്രണ്ട്സുമായിട്ട് That means. I am not a gay. Okay. That means you are a. I am not. ക്യാമറ കണ്ട ക്യാമറ അങ്ങോട്ട് ശരി കുറച്ച് ഞാൻ നടത്തി പറഞ്ഞ ഞാൻ ആരായിട്ട് റിലേഷൻഷിപ്പ് നടത്തിയിട്ടില്ല ഇതുവരെ. വോയിസ് ആയിട്ടില്ല. Site എങ്ങനാ? അല്ല, ഗേൾസ് ആയിട്ട് റിലേഷൻഷിപ്പ് അങ്ങനെ ഡീപ്പായിട്ട് റിലേഷൻഷിപ്പ് ഒന്നും ഇല്ല. Okay. Boys are. കല്യാണം കഴിയുമ്പോഴല്ലേ ഉണ്ടാവുള്ളൂ. Okay. So ഡ്രീം ജോബ്. If you are directing a movie, what kind of genre will you direct? Romantic movie. Okay. What is the reason of റൊമാൻറ്റിക് that? Okay, tell us about your relationships and human values in North Africa and here too. Yes, I don't know.
What is the actual problem of global warming? I don't know. You know Gandhiji? Yeah. Who is the Prime Minister of India? Gandhiji is the father of our nation. Okay. Who is the Prime Minister of India? Narendra Modi. In Kerala? Narendra Modi. Okay. Who is the CM of our Kerala? VD solution, sir. Who is the Chief Minister of our Kerala? ആഭ്യന്തരമന്ത്രി. Chief Minister. ചീഫ് മിനിസ്റ്റർ. Who is the രമേശ് ചെന്നിത്തല. നമ്മുടെ കേരളത്തിലെ ഫസ്റ്റത്തെ പിണറായി വിജയന്റെ പേരെന്താ? കേരളത്തിലെ ആദ്യത്തെ പിണറായി വിജയന്റെ പേര് എന്താടാ പൊട്ടത്തരം ചോദിക്കുന്നത്? ചോദിക്കുന്ന ആദ്യം That type of questions. What is your ഇങ്ങോട്ട് What is your opinion about lesbians? No opinion. Okay. if a girl approach you for a one night stand, would you go or reject? I don't like. You don't You like don't but like girls. I am not gay, but Sometimes. after marriage I will relation. okay. After marriage you okay. After marriage a girl approach you, then you will go with her. No. Why? My wife with me. So you are loyal. loyal to your wife. Yes, okay. That's a cute thing. Okay. You're eating geology? The No. chats are saying you should eat jolo chip, means this chips. This is very tasty and imported from South Africa. But he says he don't like it. I don't know. We all eat. I don't like. Okay. But I think he is very foodie. Like No. This is very that is very camera shoot. Okay. fake news. Fake. Yes. I'm Your not a foodie. favorite game? Did you play Favorite games, game? video games? Hey, I don't know. Online games? Offline games? Angry Birds. Okay. Long back. Okay, Yeah. okay. Okay. Like Bedroom games? Sorry. Angry Birds. Okay. You know minimality? No. GTA? GTA roleplay. No. Okay. Any outdoor games? Football, cricket. That's I know. That's you know? You know. I know. No. Okay. What now? I will. I will. No. I will. അല്ല abuse ആടാ. അതൊന്നും പറ്റില്ല. Okay guys, അപ്പൊ നമുക്ക് Can I one more question? What's your opinion about Aratonen? No opinions. Why? Do you hate him? അല്ല അത് ചോദിക്കണ്ട. നമുക്ക് ആ ഒറ്റൊരു കാര്യം ചോദിക്കുള്ളൂ. ഈ അടുത്തെന്തോ കല്യാണ വീട്ടിൽ നിന്ന് എന്തോ സീനായിട്ടില്ല, അതെന്താ സംഭവം? കഴിഞ്ഞ വിഷയങ്ങൾ അതിനെപ്പറ്റി ഇപ്പൊ അപ്പൊ my question is your favorite question. Your RR tendency is big. Are you Messi fan or Ronaldo fan? Question ചോദിക്കട്ടെ. അപ്പൊ your RR tendency is best bond is friendship. Okay? നിന്നെ പേടിക്കുന്നുണ്ടെന്നോ? നീ മാറി ഓക്കെ ഇങ്ങോട്ട് ഓക്കെ, നമുക്ക് അലിൻ ജോസിന്റെ ഒരു പാട്ടോട് കൂടി എൻഡ് ചെയ്യാം. അതാണ് അങ്ങനെയാണോ? പാട്ടോട് കൂടി. ഞാൻ ആരെ പറ്റിയും പറയാൻ ഉദ്ദേശിച്ചു. അതെ ഒരു പാട്ടോട് കൂടി നമ്മളിപ്പോ ഞാൻ ഇപ്പൊ വീഡിയോസ് ചെയ്യുന്നു. ആരെയായിട്ട് വീഡിയോസ് ചെയ്യാൻ താല്പര്യം. ഓക്കെ ഒരു പാട്ട് ഇപ്പൊ എല്ലാ ഇപ്പൊ ഇതുപോലത്തെ ഗ്യാങ് സെറ്റ് ഉണ്ടായിരുന്നു. ഇത്രയും പേരില്ല. ഇപ്പൊ 1 2 3 4 5 പേര്. നമ്മള് ഒരു 3-4 പേരുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഗ്യാങ് സെറ്റിൽ നിന്നൊക്കെ മാറിയിട്ട് ഒറ്റയ്ക്ക് ഇപ്പൊ ഡാഡിയുടെ കൂടെയാണ് വീഡിയോ ചെയ്യണം. പിന്നെ നമ്മുടെ വർക്കായിട്ട് ബന്ധപ്പെട്ട് ഷോർട്ട് ഫിലിംസിലെ പുതിയ ആൾക്കാർക്ക് അവസരം കൊടുക്കും. അതിൽ നമ്മുടെ മീഡിയ സുഹൃത്തുക്കൾക്കൊക്കെ പുതിയ ആൾക്കാർക്കൊക്കെ അവസരം. ആരെയും നമ്മൾ ഭയന്നിട്ടൊന്നുമല്ല, പക്ഷേ നമ്മുടെ ട്രാക്കും പുതിയ ആൾക്കാരെ വെക്കുകയാണ്. അല്ലാതെ ഒരു ഷോർട്ട് ഫിലിംസിൽ മാത്രം അല്ലെങ്കിൽ എല്ലാ വീഡിയോസിലും ഒരാളെ കൊണ്ടുവരിക അങ്ങനെയുള്ള ഒരു പരിപാടി ഇനിയില്ല. ഒരാളെ പേര് ഞാൻ പലത്ത് പറയുന്നില്ല. നമ്മുടെ എല്ലാ കമ്പനികളും ഞാൻ വിട്ടിരിക്കുന്നത് ഒരാളെ മാത്രമല്ല, എല്ലാവരുടെ ആൾക്കാരായിട്ട് മൊത്തത്തിൽ കമ്പനി വിട്ടത്. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ വെച്ചിട്ട് പല കോമഡി രീതിയിൽ അവർ പല പരിപാടികളും പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഒറ്റയ്ക്ക് ബാങ്ക് ബാലൻസ് വയ്ക്കുന്നുണ്ട്. താല്പര്യമില്ല. വേണ്ട, ഒരു പാട്ട് പാടിയിട്ട് നമുക്ക് ഇതാക്കാം. ഒരു പാട്ട് പാടിയിട്ട് ഒരു പാട്ടോടുകൂടി നമുക്ക് ഇവിടെ പറയാം. പാട്ട് വെക്ക്. അല്ല പാട്ട് പാടിക്കാം. മൊഴിയണം. പാട്ട് നിങ്ങൾ കൂടെ പാട്. കെട്ടുറുമ്പിന് കല്യാണം പാട്ടൊരുക്കേ, കെട്ടുറുമ്പിന് കല്യാണം
കുഴപ്പമില്ല. കാണുന്നില്ല കേട്ടോ, ഇങ്ങോട്ട് ഓക്കെ. ഓക്കെ അല്ലേ? ഇവിടെ ഇവിടെ കുറച്ച് ഡിലേ ആണ്. ഓക്കെ ഓക്കെ കാണുന്നില്ല, ഓക്കെ കാണുന്നില്ല. കറക്റ്റാ ഓക്കെ. പൊട്ട് കുത്തണ കല്യാണം, പൊട്ട് കുത്തണ സമ്മാനം, പുത്തന നേരം പാവിരിക്കേ. ഏയ് ഓക്കെ സെറ്റ് 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 സെറ്റ്. ഓക്കെ 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 ഓക്കെ.